ആദ്യമേ തന്നെ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പരിപാവനമായ ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയണമെന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഞാൻ ആദ്യത്തെ സാക്ഷ്യത്തിലേക്ക് കടക്കാം. ഞാൻ 2008 B.Ed പാസ്സായ ഒരാളാണ്. അതിനുശേഷം 18 വർഷത്തോളമായി ഞാൻ പല സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നു. ഡെയിലി വേജസ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് സ്ഥിര ജോലിക്കായിട്ടുള്ള ചാൻസ് പലതവണ വന്നതാണ്. പല പ്രാവശ്യം വന്നിട്ടും അതെല്ലാം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥിര ജോലിക്ക് വേണ്ടിയിട്ടുള്ള ചാൻസ് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഈ പ്രാവശ്യം വെക്കുകയാണ്, അടുത്ത പ്രാവശ്യമാണ് പെർമനൻ്റ് അപ്പോയിൻമെൻ്റ് ആവുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും ടീച്ചിങ് പോസ്റ്റിനെ സംബന്ധിച്ച് അറിയാം, പല കാര്യങ്ങൾ അതിലുണ്ട്. ഒരു അപ്പോയിൻമെൻറ്റ് ശരിയാവണമെങ്കിൽ പല കാര്യങ്ങൾ നടന്ന് കിട്ടിയാൽ മാത്രമേ അപ്പോയിൻമെൻറ്റ് പാസ്സാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പില്ലാതിരുന്നത് കൊണ്ട് ഞാൻ ആ ഒരു ചാൻസ് നിരസിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഒരു പോസ്റ്റിൽ വെച്ചിരുന്ന ആളെ സ്ഥിരപ്പെടുത്തിയെന്നും. വീണ്ടും ഞാൻ പല സ്കൂളുകളിൽ വർക്ക് ചെയ്തു. ഒരു UP സ്കൂൾ മുതൽ MSc ലെവൽ വരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഒരു സ്ഥിര ജോലിക്ക് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നാലും അത് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കപ്പോൾ ഉണ്ടായിരുന്നില്ല. ഒരു കോൺവെൻറ്റ് സ്കൂളിൽ ഞാൻ 4 വർഷത്തോളം ഡെയിലി വേജസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടിരുന്നു. അതിനുശേഷം പിന്നെയാണ് പെർമനൻ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ എന്നെ പെർമനൻ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്യാൻ പോകുന്നു എന്ന് ഒരു ദിവസം എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞ് എന്നോട് പറഞ്ഞു അത് ആ പോസ്റ്റ് സാങ്ഷൻ ആവാനുള്ള ഇതില്ല. അപ്പോൾ ഞാൻ വളരെയധികം ജോലിയെ സംബന്ധിച്ച് വളരെയധികം വിഷമിച്ചിട്ടുണ്ട്. എവിടെ പോയാലും ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. കിട്ടിയാൽ തന്നെ കയ്യിൽ വന്നിട്ട് പോകുന്ന സ്ഥിതിയാണ്. അങ്ങനെയൊരു അവസ്ഥയാണ് എനിക്കുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം വീണ്ടും അതിനുശേഷം അങ്ങനെ കിട്ടാനുള്ള സാധ്യത ഇല്ലാത്തത് കാരണം വേറൊരു സ്കൂളിൽ വിളിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് എനിക്ക് പോരേണ്ടി വന്നു. ആ പോരേണ്ടി വന്നതിന് ശേഷം അവിടെ ഞാൻ കുറേ നാൾ ഡെയിലി വേജസിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ അവിടെ പഠിപ്പിച്ചിരുന്നത് +2 അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും, ടീച്ചിങ് പോസ്റ്റ് അവിടെ ഉള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഡെയിലി വേജസ് ആണെങ്കിലും ഓരോ വർഷവും ഇൻ്റർവ്യൂ നടത്തും അവിടെ. അപ്പോൾ നമ്മൾ ഓരോ വർഷം ചെല്ലുന്നോറും നമ്മളുടെ ഏജ് കൂടി വരികയാണ്. നമുക്ക് അതിനുവേണ്ടി ചിലപ്പോൾ അവർ ചോദിക്കുന്ന സമയത്ത് നമുക്കറിയാമായിരിക്കും, ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടിയെന്ന് വരുന്നില്ല. ചിലപ്പോൾ ഇൻ്റർവ്യൂവിന് നമുക്ക് അധികം പെർഫോം ചെയ്യാനൊന്നും പറ്റാറില്ല. അപ്പോൾ അങ്ങനെ പിറ്റത്തെ വർഷം എനിക്ക് ഡെയിലി വേജസിൽ ഇതുപോലെ അപ്പോഴേക്ക് ഞാൻ ഉടമ്പടിയിലായിരുന്നു. ഞാനൊരു അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ വഴി തന്നെയാണ് ഞാൻ ഉടമ്പടിയെപ്പറ്റി അറിഞ്ഞത്, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ അതിനുശേഷം വരുന്ന ഇൻ്റർവ്യൂവിൽ, അതായത് പിന്നത്തെ കൊല്ലം ഡെയിലി വേജസിന് വെക്കാനുള്ള ഇൻ്റർവ്യൂവിൽ വന്നപ്പോൾ എനിക്ക് ആകെ 2 പോസ്റ്റാണ് ഉണ്ടായിരുന്നത്. എനിക്ക് 3ാമത്തെ പൊസിഷനാണ് കിട്ടിയത്. അപ്പോൾ എങ്ങനെയായാലും എനിക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷേ ഞാൻ ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ അതുമാത്രമായിരുന്നു എൻ്റെ ഒരു ധൈര്യം. കാരണം ഇൻ്റർവ്യൂവിൽ ആ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് എനിക്ക് പെർഫോം ചെയ്യാനുള്ള യാതൊരു കഴിവും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ക്ലാസ്സിൽ എനിക്കൊരു കുഴപ്പമില്ല, കുട്ടികളെയൊക്കെ ഞാൻ വളരെ ആത്മാർത്ഥമായി തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല വളരെ വീക്കായിട്ടുള്ള സ്റ്റുഡൻസിനെയും, എൻ്റെ സബ്ജക്റ്റ് മാത്സ് ആണ്, അപ്പോൾ വളരെ വീക്കായിട്ടുള്ള സ്റ്റുഡൻസിനെയും അതിലോട് ഒന്ന് ജയിപ്പിച്ച് കൊണ്ടുവരാനും ഞാൻ വളരെയധികം ശ്രമിച്ചിരുന്നു. ഓരോ സ്കൂളിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യുന്ന ഇത് വെച്ചിട്ടാണ് ആ 3rd പൊസിഷൻ എനിക്ക് വന്നത്. അപ്പോൾ അപ്പോൾ എൻ്റെ കഴിവുകൾ കുറഞ്ഞു വന്നപ്പോൾ ഞാൻ ആ സമയത്ത് ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിലുണ്ടായിരുന്നത് ഒരു റാങ്ക് കിട്ടിയ കുട്ടിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് തന്നെ 1ും 2ും പൊസിഷൻസ് കിട്ടും. 2 സ്കൂളുകളിൽ അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഹോപ്പുമില്ല. പക്ഷേ ഞാൻ വീട്ടിൽ പറഞ്ഞു, ഞാൻ കൃപാസനം ഉടമ്പടിയിലാണ്, എനിക്ക് എങ്ങനെയായാലും കിട്ടും. എങ്ങനെയാണ് കിട്ടുന്നതെന്നൊന്നും അറിയില്ല, എനിക്ക് യോഗ്യതയുമില്ല. അപ്പോൾ ഞാൻ അതിന് തലേ ദിവസം വരെ, അതായത് ജൂലൈയിലൊക്കെയാണ്
അപ്പോയിൻമെൻ്റൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ സമയത്തിന് മുമ്പായിട്ട് ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ തനിക്ക് അതിനുള്ള ഒരു ക്വാളിറ്റിയും ഇല്ല, തനിക്കത് കിട്ടാൻ പോകുന്നില്ല എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. തേർഡ് പൊസിഷനായിരുന്നു എനിക്ക്, തേർഡ് പൊസിഷനായിരുന്നു. അപ്പോൾ ഫസ്റ്റും 2 ആളുകളെ മാത്രം മതി അവർക്ക്. അപ്പോൾ 2 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കതിനുള്ള ഒരു ക്വാളിറ്റിയും ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ഉറപ്പായിട്ട് വിശ്വസിച്ചിരുന്നു, എങ്ങനെ കിട്ടുമെന്നും ഒന്നും അറിയില്ല. അപ്പോയിൻ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം എനിക്കൊരു കോള് വന്നു. അതായത് ഫസ്റ്റ് കിട്ടിയ കുട്ടി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി റെസ്റ്റ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് എങ്ങനെയാണെങ്കിലും വരുന്നില്ല, അത് വരുന്നില്ല എന്നും പറഞ്ഞ് എഴുതി കൊടുത്തു. അപ്പോൾ ആ ഫസ്റ്റ് കിട്ടിയ പൊസിഷനിലേക്കാണ് പിന്നെ എന്നെ, തേർഡ് കിട്ടിയ എന്നെ അപ്പോയിൻ്റ് ചെയ്തത്. അപ്പോൾ അതിലാണ് ഞാൻ കൂടുതൽ മാതാവിൽ വിശ്വസിച്ചത്. അതോടുകൂടിയാണ് എനിക്ക് മാതാവിലുള്ള വിശ്വാസം വളരെയധികം ശക്തിപ്പെട്ടത്. പിന്നെയും എന്താ പറയണ, പിന്നത്തെ കൊല്ലം ഇതുപോലെ ഇൻ്റർവ്യൂ, കുറേ 18 വർഷത്തെ കഥ പറയാനുണ്ട് എനിക്ക്. അപ്പോൾ അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരില്ല, അത്രയും അധികമുണ്ട്. പിന്നത്തെ വർഷം എനിക്ക് ഡെയിലി വേജസിൽ എനിക്ക് അവിടെ സെലക്ഷൻ കിട്ടിയില്ല. അപ്പോൾ ഞാനൊരു ഗവൺമെൻറ് സ്കൂളിൽ പോയി. അപ്പോഴും ഞാൻ ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് സ്കൂളിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു 2 മാസം 3 മാസമൊക്കെ അവിടെ വേക്കൻസി കാണുള്ളൂ. അതിനുശേഷം നമ്മൾ ഇറങ്ങി പോരണം ടീച്ചേഴ്സ് വരുമ്പോൾ. അപ്പോൾ വീണ്ടും ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ പക്ഷേ എനിക്ക് കിട്ടിയ സ്കൂളെന്ന് പറഞ്ഞാൽ അധികം അങ്ങോട്ട് ആരും അപ്പോയിൻമെൻറ്റ് റെഡിയായിട്ട് PSC വഴി സെലക്ഷൻ കിട്ടി അങ്ങോട്ടേക്ക് വന്നില്ല. ആ ഒരു കൊല്ലം എനിക്ക് ആ സ്കൂളിൽ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ജൂൺ മുതൽ ലാസ്റ്റ് വരെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതിനുശേഷം വീണ്ടും ഞാൻ ഇതുപോലെ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഡെയിലി വേജസിന് വർക്ക് ചെയ്തിരുന്ന സ്കൂളിലാണെങ്കിലും പെർമനൻറ്റ് പോസ്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂ ഒക്കെ വരുമ്പോൾ ഞാൻ അതിനുവേണ്ടി ടെസ്റ്റ് ഉണ്ടാവും, ഇൻ്റർവ്യൂ ഉണ്ടാവും. വളരെ കടമ്പയായിരുന്നു. എല്ലാ വർഷവും മാർച്ച്, ഏപ്രിൽ, മെയ് എന്ന് പറയുന്നത് ഞങ്ങളെ ഗസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭീകരമായ അന്തരീക്ഷമാണ്. കാരണം ഏത് നേരവും ടെസ്റ്റ്, ഇൻ്റർവ്യൂ, അതിൽ വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളുടെ ഏജ് കൂടി വരുന്നതനുസരിച്ച് നമ്മളുടെ ഉത്തരവാദിത്തങ്ങളും എല്ലാം നമുക്ക് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനുള്ള രീതിയും അതെല്ലാം നമുക്ക് കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ വീണ്ടും ഞാൻ ഒരു ഗവൺമെൻറ് സ്കൂളിൽ കയറി 2 മാസം വർക്ക് ചെയ്തു. വീണ്ടും അവിടെ നിന്ന് എനിക്ക് പോരേണ്ടി വന്നു. അതായത് ആ ടീച്ചർ വന്നപ്പോൾ എനിക്ക് പോരേണ്ടി വന്നു. വീണ്ടും അവിടെ തന്നെ വിളിച്ചു. അങ്ങനെ ഒരു 3 മാസത്തോളം വർക്ക് ചെയ്തു. അങ്ങനെ കഴിഞ്ഞ കൊല്ലം ഞാൻ വെറും ഒരു 5 മാസത്തോളം മാത്രമാണ് വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ മെറിറ്റ് മുഴുവൻ പോയി, ഇനി ഒന്നുമില്ല. ഇനി എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മാതാവ് അനുഗ്രഹിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. പിന്നെ ഞാൻ വളരെ ശക്തിയായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇൻ്റർവ്യൂ തന്നെ ഒരു വെറുപ്പായി തുടങ്ങി. ചില സ്ഥലത്ത് ഇൻ്റർവ്യൂ വിളിച്ചെങ്കിലും എനിക്കവിടെ പോകാൻ തന്നെ ഒരു ബുദ്ധിമുട്ടായി. എൻ്റെ കോൺഫിഡൻസ് വളരെയധികം കുറഞ്ഞു. പിന്നെ ഞാൻ വളരെയധികം ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാതാവിനോട് വളരെയധികമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കണം, അത് തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ഒരു ചേച്ചി വഴിയിട്ട് ഞാൻ നേരത്തെ ഒരു സ്കൂളിൽ നിന്ന് പെർമനൻറ്റ് കിട്ടാൻ സാധ്യതയില്ലെന്നും പറഞ്ഞ് പോകുന്ന ഒരു സ്കൂളിലേക്ക് എന്നെ വീണ്ടും ഡെയിലി വേജസിനെയൊക്കെ വിളിച്ചു. അപ്പോൾ വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ 100% റെഡിയായിരുന്നു, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. അതിനുശേഷം ഈ മെയ് മാസത്തിലും ഞാൻ മാതാവിനോട് വളരെയധികം, മാതാവിൻ്റെ മാസമാണ്, എനിക്ക് അപ്പോയിൻമെൻറ്റ് റെഡി ആവണമെങ്കിൽ ജൂണിൽ തന്നെ എനിക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ മാതാവ് വിചാരിച്ചാൽ മാത്രമേ, മാതാവ് അനുഗ്രഹിക്കുമെങ്കിൽ മാത്രമേ എനിക്ക് ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് എനിക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. നന്നായി പ്രാർത്ഥിച്ചു. ഞാനൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു, മെയ് 22 ഉള്ളിൽ എനിക്ക് മാതാവ് ഒരു റിപ്ലൈ തരണം. അപ്പോൾ അതിനു മുമ്പും എനിക്ക് നമ്മൾ വളരെയധികം ആത്മാർത്ഥമായി, നമുക്ക് ആരുമില്ല, നമ്മളുടെ കൂട്ടിന് ദൈവം മാത്രമേ ഉള്ളൂ. നമ്മളുടെ എല്ലാ കാര്യത്തിലും എൻ്റെ കുടുംബാംഗങ്ങളാണ് എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത്. ഒരു പരിധി കഴിയുമ്പോൾ അവരും കൂടി ഇല്ലാതെ ഉള്ള അവസ്ഥ നമുക്ക് വരും. അത് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മളും ദൈവവും മാത്രമാവും. അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ പറയുന്നത് ദൈവത്തോടായിരിക്കും.
കാരണം നമുക്കായിട്ടുള്ളൊരു കഴിവില്ല, ദൈവം വിചാരിച്ചാൽ മാത്രമേ നമുക്കത് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലായിരുന്നു ഞാൻ ആ സമയത്ത്. ഞാൻ എൻ്റെ കാര്യങ്ങൾ മുഴുവൻ വീട്ടിലും പറയുമായിരുന്നു, വീട്ടിലും വളരെ വിശ്വാസമുള്ള കൂട്ടത്തിലായിരുന്നു. എങ്കിലും കൃപാസനത്തിൽ എന്തിനാ പോകുന്നതെന്നൊക്കെ ചോദിക്കും. കാരണം നമുക്ക് പള്ളിയിൽ പ്രാർത്ഥിച്ചാൽ പോരെ, കൃപാസനത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കണത് എന്തിനാണ്? പക്ഷേ ഞാൻ പറയും, അതറിയില്ലാത്തത് കൊണ്ടാണ്. അത്രയും ശക്തിയുള്ള മാതാവാണ് അവിടെ ഉള്ളതെന്നാണ് ഞാൻ പറയാറുള്ളത് വീട്ടിൽ. അപ്പോൾ ഇങ്ങനെ ഞാൻ മെയ്യിൽ വളരെയധികം ഇതായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മെയ് 22-ാം തീയതിക്കുള്ളിലെങ്കിലും എനിക്കൊരു റിപ്ലൈ കിട്ടണമെന്ന് ഞാൻ വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. അപ്പോൾ 21-ാം തീയതി വരെ യാതൊരു അനക്കവുമില്ല, ഒരിടത്തൊന്നും ഒരു കോളും വരുന്നില്ല, ഡെയിലി വേജസിന് പോലും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവി പെർമനൻറ്റ് പോയിട്ട് ഒരു ഡെയിലി വേജസ് പോലും എന്നെ വിളിക്കണില്ലല്ലോ, ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിൻ്റെ ഹിതം പോലെ നടക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പിന്നെ പറഞ്ഞുള്ളൂ. അപ്പോൾ അങ്ങനെ 22-ാം തീയതി രാവിലെ എനിക്കൊരു കോൾ വന്നു. 22-ാം തീയതി രാവിലെ ആയപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഹെലീനൊക്കെ എവിടെയെങ്കിലും ആയോ, പെർമനൻറ്റ് ഒരു ജോബുണ്ട്, അതിന് താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് എനിക്ക് ചെയ്യേണ്ടത്? എന്നോട് ഡെയിലി വേജസിന് വിളിച്ചതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പെർമനൻറ്റ് ജോബ് ഉണ്ടോ എന്ന് പറഞ്ഞ സത്യത്തിൽ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. എന്നിട്ട് 22-ാം തീയതി വിളിച്ച് പറഞ്ഞു, 25-ാം തീയതി ചെന്നു. അതിനുശേഷം നാളെ ജൂൺ 1-ന് ഞാനവിടെ ജോയിൻ ചെയ്യുകയാണ്. കുറച്ച് ദൂരമാണ്, എൻ്റെ വീട് കൊച്ചിയിലാണ്, കുറച്ച് ദൂരമുണ്ട്. എങ്കിലും മാതാവ് തന്ന സമ്മാനമായിട്ട് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ മെറിറ്റ് നെഗറ്റീവിലേക്ക് പോയ സമയത്താണ് മാതാവിനെ കൈപിടിച്ചുയർത്തി നിർത്തിയത്. ഇത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ഇത് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് മാതാവിനെക്കുറിച്ച് എൻ്റെ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കുന്നതിനും ഒപ്പം എൻ്റെ കുടുംബാംഗങ്ങൾ കൂടി കൃപാസന മാതാവിൽ വിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതിനും വേണ്ടി മാതാവ് എന്നെ ഒരു സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന് ഞാൻ വളരെയധികം ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ വീട്ടിലും പറയുമായിരുന്നു, നീ ഇനിയിപ്പോൾ കൃപാസനത്തിലും പോയിട്ടും കാര്യമില്ലെന്നാ തോന്നുന്നത്, നമുക്ക് അത് വിധിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോഴും ഞാൻ വളരെ ശക്തമായി പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം അമ്മ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മ എനിക്കുള്ളതാണെങ്കിൽ അമ്മ അത് തന്നിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. 18 വർഷമായി ഞാൻ ഇതിനു വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാത്ത ഒരാളല്ല. ജോലി ടീച്ചിങ് ജോലിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇത്രയും കാലം ശ്രമിച്ചിട്ടും എനിക്ക് പറ്റാതിരുന്നത് എൻ്റെ കഴിവൊന്നുമല്ല, മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയത്. 18 വർഷമായി. പിന്നെ ഇത് മാത്രമല്ല എനിക്ക് അനുഗ്രഹമായിട്ട് കിട്ടിയത്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം സാക്ഷ്യമായിട്ട് ഞാൻ പറയുന്നത്. ഇത് കൂടാതെ തന്നെ മാതാവിൻ്റെ പ്രസൻസ് വളരെ നമ്മൾ വിഷമിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചിട്ടുണ്ട്. പിന്നെ കാശുരൂപം മുറുകെ പിടിച്ചിട്ടാണ് ഞാൻ എല്ലാ ടെസ്റ്റും ഇൻ്റർവ്യൂവും ഒക്കെ പോയിരുന്നത്. ഉപ്പ് ഓരോ സ്ഥലത്ത് വിതറിയും പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി തൈലം ഉപയോഗിച്ചിരുന്നു. ഇതെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊണ്ടാണ് എല്ലാ പ്രധാനപ്പെട്ട കാര്യത്തിലും ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിരുന്നത് വേറൊരു കാര്യമുള്ളത്, എനിക്ക് വളരെ പേടിയുള്ള കൂട്ടത്തിലാണ്. ലൈസൻസ് എന്ന് പറയുന്നത് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. പക്ഷേ എല്ലാവരും ഓടിക്കണ കാണുമ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ അതുവഴി ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചൊരു കാര്യമാണ് 2 വീലർ ലൈസൻസ്, 4 വീലർ ലൈസൻസും വേണമെന്നുള്ളത്. 2 വീലർ ലൈസൻസ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി. ഇപ്പോൾ ഞാൻ വളരെ കൂളായിട്ട് ഒരു പേടിയും കൂടാതെ തന്നെ 2 വീലർ ഓടിക്കുന്നുണ്ട്. 4 വീലർ ലൈസൻസും അതുപോലെ തന്നെ കിട്ടി. 4 വീലറിൽ ആദ്യമൊക്കെ അതായത് എനിക്ക് 3ാമത്തെ പ്രാവശ്യമാണ് ഈ 4 വീലർ ലൈസൻസ് കിട്ടിയതെങ്കിലും ആദ്യത്തെ പ്രാവശ്യമൊക്കെ വളരെയധികം, അതായത് വെഹിക്കിൾ ഇൻസ്പെക്ടറൊക്കെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അത് ഓടിച്ച് നമ്മളുടെ പേടി കാണുമ്പോൾ തന്നെ അവർക്കറിയാം. പക്ഷേ എനിക്ക് മൂന്നാമത്തെ പ്രാവശ്യം വന്ന സാറ് വളരെയധികം കാമായിട്ടിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വളരെയധികം ഭംഗിയായിട്ടത് ചെയ്യുവാനായിട്ട് സാധിച്ചു. അതോടുകൂടി അത് എനിക്ക് കിട്ടി. പിന്നെ ഹസ്ബൻഡിന് ജോലിയിൽ ഹസ്ബൻഡ് ഒരു HR സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഒരു പ്രൈവറ്റ് ഫേമിലാണ്. അപ്പോൾ ഹസ്ബൻഡിന് വളരെയധികം ജോലിയെ സംബന്ധിച്ച് വളരെയധികം ടെൻഷനായിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നു. കാരണം നമ്മളുടെ കേരളത്തിലെ വർക്കല്ല, പുറത്തെ വർക്കും കൂടി ധാരാളമായിട്ട് ചെയ്യേണ്ട വന്നു. HR ആയതുകൊണ്ട് ആളുകളെ സെലക്ട് ചെയ്യുന്നതും
HR-ൻ്റെ ചുമതലയിൽ പെടും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആളുകളെ കിട്ടാതെ വന്നു. അപ്പോൾ വർക്ക് പ്രഷർ വളരെയധികം കൂടി. ഞാൻ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഇട്ടിട്ട് പോരുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം വിഷമിച്ചു. കാരണം എനിക്കൊരു സ്ഥിര ജോലിയില്ല, ഹസ്ബൻഡും കൂടി ഇട്ടിട്ട് വന്നാൽ വളരെയധികം അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കുക, നന്നായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡും പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാലും കൃപാസനത്തിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്ന ഒരാളാണ്. എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഫലമായിട്ട് പിന്നെ വേറൊരു ജോലി കിട്ടി. അതിൻ്റെ സെലക്ഷനിൽ വന്നു, പെട്ടെന്ന് തന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ജോലിയിൽ നിന്ന് വിട്ടിട്ട് പോകാനായിട്ട് ഇവിടുത്തെ മാനേജർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പറഞ്ഞു വേറെ അസിസ്റ്റൻസിനെ വെച്ച് തരാം, വർക്ക് പ്രഷർ കൂടുതലാണെങ്കിൽ വേറെ അസിസ്റ്റൻസിനെ വെച്ച് തരാം, ഒപ്പം തന്നെ സാലറിയിൽ ഹൈക്കും തരാം എന്ന് പറഞ്ഞിട്ട് സാലറിയിൽ വളരെയധികം ഹൈക്കും കൊടുത്തു. ഒപ്പം അസിസ്റ്റൻറ്റിന് വെക്കാനായിട്ടുള്ള ഒരു കാര്യവും അസിസ്റ്റൻസിനെയും കൂടി സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇതും കൂടി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതിൽ തന്നെ തുടരുകയാണ്. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പൊതിച്ചോറ്, ഞാൻ ഓരോ സന്നദ്ധ സംഘടനകളിലും പൊതിച്ചോറൊക്കെ ചോദിക്കുമ്പോൾ അവിടെ കൊടുക്കും. പിന്നെ മാത്രമല്ല നമ്മൾ ഓരോ വഴിയരികിലുള്ള ഓരോ ആളുകൾക്കും പൊതിച്ചോറ് കൊണ്ടുപോയി വിതരണം ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ചു വരുന്ന ആളുകളെ അവർക്ക് സഹായമായിട്ട് നൽകാറുണ്ട്. ഭവന നിർമ്മാണത്തിന് വേണ്ടി സഹായം കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാൻസർ രോഗികൾ, നിർധനരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് എന്തെങ്കിലും സഹായം അന്വേഷിച്ച് വരുമ്പോൾ കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ടീച്ചിങ് ജോലിയാണ് എൻ്റേത്. അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ ചെയ്യുന്നത് സ്കൂളിൽ പോകുമ്പോൾ അവിടെ പഠനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ, അവരെ പാസ്സാവാൻ ബുദ്ധിമുട്ടുള്ള, എൻ്റെ സബ്ജക്റ്റ് മാത്സ് ആണ്. അപ്പോൾ പാസ്സാവാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ ഉയർന്ന മാർക്ക് കിട്ടാനും വേണ്ടിയും പാസ്സാവാൻ വേണ്ടിയിട്ടും ഞാൻ വളരെയധികം ആ കുട്ടികൾക്ക് വേണ്ടി ശ്രമിക്കാറുണ്ട്. പത്രവിതരണം എന്നെ സംബന്ധിച്ച് ആദ്യം ഞാൻ ഭയങ്കര ചമ്മലായിരുന്നു എനിക്ക് പത്രമൊക്കെ കൊടുക്കാനായിട്ട്. പിന്നെ അതിനുശേഷം ഇവിടുത്തെ ഓരോ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുമൊക്കെ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളുടെ സ്റ്റാറ്റസ് അല്ല പ്രധാനം. നമ്മളുടെ സ്റ്റാറ്റസ് ഏറ്റവും താഴ്ത്തി മാതാവിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാതാവും തിരുക്കുമാരനും നമ്മളെ അത്രത്തോളം ഉയർത്തുമെന്ന് ഓരോ ടോക്കുകളിലൂടെയും ഓരോ സാക്ഷ്യങ്ങളിലൂടെയും ഞാൻ മനസ്സിലാക്കി. അതുവഴി പിന്നെ പത്രങ്ങളൊക്കെ ഞാൻ ബസ് സ്റ്റോപ്പുകളിലും കൂടുതലും അക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക്, ഉടമ്പടിയെക്കുറിച്ച് അറിയാവുന്ന ക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് ഉപരി അക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാനായിട്ടാണ് ഞാൻ ശ്രമിച്ചിരുന്നത്. കൃപാസനം പത്രം വേണോ എന്ന് ചോദിച്ചിട്ട് മാത്രമേ കൊടുക്കുള്ളൂ, വേണ്ടാന്ന് പറയുന്നവർക്ക് കൊടുക്കാറില്ല. പിന്നെ അതിന് എപ്പോഴും നല്ല അനുഭവങ്ങൾ മാത്രമായിരുന്നില്ല. ഒരു പ്രാവശ്യം ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ ഇങ്ങനെ ഞാൻ കൃപാസന മാതാവിനെ പറ്റി അറിയാമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേരിങ്ങനെ കൂടി വന്നിട്ട് പറഞ്ഞു, മാതാവിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് നമ്മളുടെ യേശുക്രിസ്തു മാത്രമാണ് യഥാർത്ഥ രക്ഷകൻ, മാതാവിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് അത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം തർക്കിച്ചു. എന്നിട്ട് പറയും ഞങ്ങളുടെ ഇതിൽ വരൂ, അതിൻ്റെ ഇതൊക്കെ കൂടൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിൽ താല്പര്യമില്ല, ഞാൻ കൃപാസന മാതാവിൽ വിശ്വസിക്കുന്ന ആളാണ്. മാതാവിനെ ഭയങ്കര രക്ഷകൻ്റെ ഇതിലേക്കല്ല, മാതാവിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങൾ നേടിത്തരുമെന്നാണ്, അല്ലാതെ മാതാവിനെ ദൈവമായിട്ടല്ല കൃപാസനത്തിൽ കരുതുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തികൾ. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെയധികം ആത്മീയമായിട്ട് വളരാനായിട്ട് എനിക്ക് സാധിച്ചു. കാരണം നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ കൊന്തയൊക്കെ ചൊല്ലുന്നതെന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഉരുവിട്ട് പോകുമായിരുന്നു. കാരണം അതിൻ്റെ ഒരർത്ഥവും മനസ്സിലാക്കാതെ സ്വർഗസ്ഥനായ നന്മ പറഞ്ഞ മറിയം വെറുതെയും ഇങ്ങനെ പറഞ്ഞു പോകുമായിരുന്നു. നമ്മൾ ചെറുപ്പത്തിൽ മുതൽ ഇങ്ങനെ പറഞ്ഞു പോകും. അത് എന്താണോ അത് ഉദ്ദേശിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്നൊന്നും. പക്ഷേ ഇപ്പം ഞാൻ കൊന്തയൊക്കെ കൂടുതൽ ഭക്തിയോടുകൂടി ചൊല്ലാൻ തുടങ്ങി. അതനുസരിച്ചിട്ട് ഒരു കൊന്ത ചൊല്ലിക്കഴിയുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം, ഒരു ദിവസം അതൊക്കെ ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അത് മുടക്കിയാൽ അന്നത്തെ ദിവസം എന്തെങ്കിലും ഇതായിട്ടൊരു സംഭവിച്ചിരിക്കും. അപ്പോൾ ഇതിൽ തന്നെ തുടരാനാണ്, ഈ ഉടമ്പടിയിൽ തന്നെ തുടരാനാണ് എനിക്ക് ഇഷ്ടം. ഡെയിലി ബ്രെഡ് ധ്യാനം ഇതെല്ലാം കൂടാറുണ്ട്. ബൈബിൾ വായന എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളൊക്കെ മുടങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ചില ദിവസങ്ങൾ മുടങ്ങിപ്പോകുമ്പോൾ
ആ ദിവസം തന്നെ എനിക്ക് എന്തെങ്കിലും പണി കിട്ടാറുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ അത് എത്ര തീക്ഷ്ണമായി നമ്മൾ ചെയ്യുന്നോ, ആ അച്ഛൻ പറഞ്ഞിരിക്കുന്ന ആ 6 കാര്യങ്ങൾ നമ്മൾ എത്ര തീക്ഷ്ണമായി ഓരോ ദിവസം ചെയ്യുന്നോ, അത് നമുക്ക് എന്താണോ ദൈവഹിതം നമുക്ക് വേണ്ടത് അത് ദൈവം തന്നിരിക്കും. അത് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്, ഇപ്പോൾ ഞാൻ 18 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലി കിട്ടി, ഒരു ഗവൺമെൻറ് ജോലി പ്രവേശിച്ച് കല്യാണം കഴിഞ്ഞ് കുട്ടിയുണ്ടായി അങ്ങനെ പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിങ്ങനെ മാതാവിനെ മനസ്സിലാക്കുമായിരുന്നെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു ജോലി എന്ന് പറയുന്നത് എനിക്ക് ഉറപ്പാണ് അത് മാതാവിനെയും മാതാവിലൂടെ തിരുക്കുമാരനെയും മനസ്സിലാക്കുവാനും അതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുമായിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇനിയും ഉടമ്പടി ജീവിതത്തിൽ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുവാൻ എൻ്റെ മകനും എൻ്റെ കുടുംബാംഗങ്ങളും പിന്നെ ഞാൻ കാണുന്നവരോട് എല്ലാവരോടും പറയാറുണ്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ പറ്റിയൊക്കെ. അപ്പോൾ അതിൽ തന്നെ ഉറച്ച് ഈ വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകുവാനാണ് എൻ്റെ തീരുമാനം. ഇത്രയും അനുഗ്രഹങ്ങൾ, ഇത് മാത്രമല്ല ഇഷ്ടംപോലെ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതെല്ലാം പറയാൻ ഇവിടെ പറ്റില്ല. അപ്പോൾ ഇത്രത്തോളം അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാൻ അവരുമായി ശാശ്വതമായി ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയുമില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം 40-ാം വചനമാണ്. ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരികയില്ല എന്നാണ്. ഹെലന എന്ന മകളുടെ സാക്ഷ്യത്തിൽ ഒരു ഉടമ്പടിയിലൂടെ ഉള്ളൊരു ജീവിതത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ഹെലന നമ്മളോട് ഷെയർ ചെയ്തത്. 18 വർഷത്തോളവും ഒരു സ്ഥിര ജോലിക്ക് വേണ്ടി പല സ്കൂളുകളിലും കയറിയിറങ്ങി, പല സ്ഥലത്തും ഡെയിലി വേജസ് ബേസിസിൽ ജോലി ചെയ്തു. പിന്നീടാണ് കൃപാസനത്തെപ്പറ്റി അറിയുകയും 2023 വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടിയിൽ കൂടുതൽ തീഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകളനുസരിച്ച് പാലിച്ച് ഉടമ്പടി ജീവിതം മുന്നോട്ട് നീക്കുകയാണ്. അങ്ങനെയാണ് അടുത്ത ഇൻ്റർവ്യൂവിന് പോയപ്പോൾ 2 സീറ്റ് ഉണ്ടായിരുന്നു, 2 വേക്കൻസി ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഹെലനയ്ക്ക് ഇൻ്റർവ്യൂവിന് കിട്ടിയത് 3ാമത്തെ പൊസിഷനാണ്. 1ഉം 2ഉം പൊസിഷൻ, 1ാമത്തെ പൊസിഷൻ ഒരു റാങ്ക് ഹോൾഡറിനായിരുന്നു. ഏതൊരു വിധത്തിലും ഹെലനയ്ക്ക് ആ ജോലി കിട്ടാനുള്ള വകയില്ല. പക്ഷെങ്കിൽ ഹെലന പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരു കോള് വരികയും ഫസ്റ്റ് പൊസിഷനിൽ പാസ്സായ ആ ഇൻ്റർവ്യൂ സെലക്റ്റഡായ കുട്ടിക്ക് പ്രഗ്നൻ്റ് ആവുകയും ആ കുട്ടി ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറയുകയും ഹെലന അവിടെ ജോയിൻ ചെയ്യുകയുമാണ് ചെയ്തത്. പിന്നീടും കണ്ടിന്യൂ ചെയ്യുവാണ്. ടീച്ചേഴ്സ് ജോബ്, ടീച്ചേഴ്സ് പോസ്റ്റാണ്. ചില സമയത്തൊക്കെ ഹെലനയ്ക്ക് ഫീൽ ചെയ്തു ഓരോ സ്കൂളുകളിലും പെർമനൻ്റ് ജോബിന് വേണ്ടി നോക്കുമ്പോഴൊക്കെ ഈശോയും അമ്മയും എൻ്റെ കൂടെയുണ്ടോ. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പലപ്പോഴും പറയുന്നുണ്ട്, പല സ്കൂളുകളിലും പല ഓഫീസുകളിലും കയറി ഇറങ്ങുന്നുണ്ട്, ഇത്രയും നാളായിട്ട് ഒരു പെർമനൻ്റ് ജോലി കിട്ടിയില്ല എന്ന്. വീണ്ടും ഹെലന കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരു പരിധിയുണ്ട്. പക്ഷെങ്കിൽ ഇവിടെയും ആ വചനം പറയുന്നത് പോലെ അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല, അവർ എന്നിൽ നിന്നും പിന്തിരിയാതിരിക്കാൻ എന്നുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിച്ചു എന്നാണ്. ഹെലനയിലെ ഹോൾഡ് ചെയ്തത് ഉടമ്പടിയാണ്. ഭക്തിയോടും വിശ്വാസത്തോടും മുന്നോട്ട് പ്രാർത്ഥിക്കുകയാണ് ഒരു പെർമനൻ്റ് ജോബിന് വേണ്ടിയിട്ട്. പിന്നീടാണ് ലൈറ്റ് ക്യാൻഡി പ്രയർ റിക്വസ്റ്റും ഉടമ്പടിയിൽ കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് വീണ്ടും ഒരു ജോലി കിട്ടുകയാണ്. അതും പരിശുദ്ധ അമ്മയുടെ പല പ്രാവശ്യം സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. ആ ദിവസങ്ങളിൽ സുഗന്ധാഭിഷേകത്തിലൂടെ അമ്മയുടെ പ്രസൻസ്, അതായത് സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുകയും ഓരോ എക്സാമിന് പോകുമ്പോൾ, ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കയ്യിൽ സൂക്ഷിച്ചുകൊണ്ടാണ്, പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഈ മകൾ ഇൻ്റർവ്യൂവിന് പോയത്. അങ്ങനെയാണ് അടുത്ത ഇൻ്റർവ്യൂ പാസ്സാകുന്നത്. അതും അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്രാവശ്യം ഈ മകൾ പ്രാർത്ഥിച്ചത് ഡേറ്റ് ഇട്ടാണ്. മെയ് 22 മുൻപ് എങ്ങനെയെങ്കിലും ഒരു പെർമനൻ്റ് ജോലി നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് ഹെലന പ്രാർത്ഥിച്ചത്. അങ്ങനെയാണ് മെയ് 22 രാവിലെ തന്നെ കോൾ വരികയാണ്. നമുക്കറിയാം കൃപാസന അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ്
2004 ഡിസംബർ 7-ാം തീയതി 2:30 അമ്മ ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെയാണ് സമയത്തിന് മേലെ അധികാരമുള്ള ഒരു അമ്മയാണ് കൃപാസന അമ്മ. ഈ അമ്മയുടെയാണ് ഹെലേന. എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞപ്പോൾ 22 വണക്കമാസ മാസമാണ്. അതുകൊണ്ട് 22 മുമ്പ് അമ്മ ഏതെങ്കിലും ഒരു സൈൻ നൽകി, അടയാളം നൽകി എനിക്ക് പെർമനൻറ്റ് ജോലി നൽകണമേ എന്നാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. അങ്ങനെ 22 രാവിലെ തന്നെ ഒരു ഫോൺ കോൾ വരികയും മകൾക്ക് അപ്പോയിൻമെൻറ്റിനുള്ള കോളായിരുന്നു അത്. അങ്ങനെയാണ് 25 സ്കൂളിൽ പോവുകയും ജൂൺ 1 പുതിയ ജോലി, പെർമനൻറ്റ് ജോലിയിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റും കിട്ടി. അപ്പോയിൻമെൻറ്റ് ലെറ്ററുമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഈ മകൾ വന്നിരിക്കുന്നത്. ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ വേക്കൻസി ഇല്ലാത്ത വേക്കൻസി ഉണ്ടാക്കി തരികയും സമയച്ചുരുക്കത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ നമ്മുടെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ മകളുടെ ജീവിതത്തിൽ 18 വർഷം ആഗ്രഹിച്ച കാര്യമാണ് ഈശോയും അമ്മയും നടത്തി കൊടുത്തത്. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലാണ് ഈ മകൾക്ക് ജോലി കിട്ടിയത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെറിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വർഷം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ വർക്ക് ചെയ്തത് ദൈവത്തിൻ്റെ കൃപയാലാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴിയാണ് ഈ മകൾക്ക് ഒരു നല്ല ജോലി കിട്ടി. അമ്മയ്ക്ക് നന്ദി പറയുന്നത്. പിന്നീട് ലൈസൻസ് ആയിരുന്നു, 4 വീലറിൻ്റെ ലൈസൻസും. അവിടെയും നേർച്ച വസ്തുക്കളായ ഉടമ്പടി കാശുരൂപവും ഉടമ്പടി തൈലം തേച്ച് പ്രാചീന ഫലമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുകയും ഹസ്ബൻഡ് നല്ലൊരു ജോലി കിട്ടുകയും വീട്ടിലെല്ലാ കാര്യത്തിലും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹങ്ങളാണ് ഈ കുടുംബത്തിൽ നാം കാണുവാൻ സാധിക്കുന്നത്. ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപക്ഷെ ചില സമയത്ത് നമുക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തോ ഒരു ഡാർക്ക്നെസ്, വൈ ദിസ് ഡാർക്ക്നെസ് എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. ദൈവമുണ്ടോ, അമ്മയെ കൂടെ ഉണ്ടോ എന്നുള്ളൊരു വിചാരം. പക്ഷേ വചനം പറയുന്നത് ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ട്. നമ്മൾ ഒരു ശാശ്വതമായ ഒരു ഉടമ്പടിയിലാണ്. അതുകൊണ്ട് നമുക്ക് നന്മ ചെയ്യുന്നതിൽ ദൈവം ഒരിക്കലും പിന്തിരികയില്ല. നമ്മിൽ നിന്നും നാം ദൈവത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കാനായിട്ട് നമ്മിലുള്ള ഭക്തിയാണ് നാം ഹൃദയത്തിൽ ഈശോ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ഉടമ്പടിയിലൂടെ. നമ്മുടെ ജീവിതത്തിലും ആ ദൈവത്തിൻ്റെ ആ ഹൃദയത്തിൽ നിക്ഷേപിച്ച ആ ഭക്തി, ആ ദൈവസ്നേഹം അടുത്തറിയുവാനും അനുഭവിച്ചറിയുവാനുമുള്ള സാഹചര്യം, അവസരം ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവത്തോട് സത്യസന്ധമായി ഉടമ്പടി ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളൊരിക്കലും ഒറ്റയ്ക്കല്ല എന്നൊരു വിചാരമാണ്. ഈ മകൾ പറഞ്ഞ പോലെ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നി ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷേ എങ്കിലും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. നമ്മെ ഉപേക്ഷിക്കില്ലാത്ത ഒരു ദൈവത്തിൻ്റെ ഉറപ്പുണ്ട് നമ്മുടെ കൂടെ. കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം കൂടുതൽ സത്യസന്ധതയോടെ, ആത്മാർത്ഥതയോടെ, തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹെലനയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.